ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. പിന്നെ റെസൊനേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസൊനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ. അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്, അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ്, അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്, എന്താണ് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ്. പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ്. ഓക്കെ. നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടു കാർഡ്സ് നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്. ഓക്കെ, നമ്മളിവിടെ നോക്കുന്നത്. നമുക്കിനി മാസ്റ്റർ കാർഡ് നോക്കാം. മാസ്റ്റർ കാർഡ് കിങ് ഓഫ് വാൻസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങും ആയിട്ട് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു സെപ്പറേഷൻ ഉള്ള വ്യക്തികൾ ആണെന്ന് ഉള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഹൃദയത്തിൽ നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നും അവർക്ക് ഹൃദയത്തിൽ നിങ്ങളോട് വളരെയധികം സ്നേഹം ഉള്ളതായിട്ടുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ വളരെയധികം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹം തന്നെയാണ് അവർക്കുള്ളത്. നിങ്ങളുടെ ഒരു വെൽ വിഷർ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി, നിങ്ങൾ ഈ സ്നേഹിക്കുന്ന വ്യക്തി. അവർ നിങ്ങളിൽ നിന്ന് സെപ്പറേഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നശിച്ചു പോകണമെന്നോ മോശം രീതിയിൽ പോകണമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾക്കൊരു നല്ല കാര്യങ്ങളൊക്കെ തന്നെ നടക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മാന്യനായ വ്യക്തി എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അത് സ്ത്രീയോ പുരുഷനോ ആരുമാകാം. അപ്പം ഈ ഒരു പേഴ്സൺ പക്ഷെ ഇവിടെ സിറ്റുവേഷൻസ്, അവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന പല സിറ്റുവേഷൻസ് കൊണ്ട് അവർക്ക് സെപ്പറേഷനിലേക്ക് പോകേണ്ടതായിട്ട് വന്നു എന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു പേഴ്സൺ അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പൊ അങ്ങനെ ഹൈഡ് ചെയ്ത് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസും ഈ റിലേഷൻഷിപ്പിനോടുള്ള ഒരു ബാധ്യതയും അതുപോലെ സ്നേഹവും അവർക്ക് ഉള്ള അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ പ്രീഷ്യസ് ആയിട്ടാണ് കാണുന്നത്, വളരെ വാല്യുബിൾ ആയിട്ടും അവരുടെ ഹൃദയത്തിൽ വളരെയധികം, അതായത് ഫസ്റ്റ് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിന് തന്നെയാണ്. അപ്പൊ അതൊക്കെ പക്ഷെ അവരൊരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ ആ ഇമോഷൻസ് ഒക്കെ അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നു ഒരു റീസ്റ്റാർട്ട് വേണം എന്ന് അവർ ഉറപ്പായിട്ടും ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ആ ഒരു റീസ്റ്റാർട്ടിന് വേണ്ടിയിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്, എല്ലാം തന്നെ അവർക്കുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, സെപ്പറേഷനിലേക്ക് പോയത് ഇനി ഒരിക്കലും ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അത്തരത്തിലൊക്കെ ആയിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ഇതെല്ലാം ഒന്ന് ഈ ഒരു പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ലെറ്റ് ഗോ ചെയ്ത് പോകട്ടെ. ഈ ഒരു ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഫ്യൂച്ചർ റെഡിയാക്കി എടുക്കണം, ഒരു ഫ്യൂച്ചറിലേക്ക് പോകണം എന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച്
ഇവർ ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സന്തോഷകരമായ സമയങ്ങളൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ആ ഓർമ്മകളൊക്കെ ഉണ്ട് അവർക്ക്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് വളരെയധികം ജോയ്ഫുൾനെസ്, ഹാപ്പിനെസ് ഒക്കെ വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സെപ്പറേഷനിൽ പോയത് ഒത്തിരി സെപ്പറേഷൻ പോയിട്ട് തന്നെ ഒത്തിരി ഡിസ്റ്റൻസിലായിട്ട്, അത് ലോങ് ഡിസ്റ്റൻസിൽ ഒരു 6 മാസമായവർ കാണും, 1 ഇയർ, 2 ഇയർ, 4 ഇയർ വരെ ആയിട്ടുള്ളവരെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഒരു സെപ്പറേഷനിലേക്ക് പോയത് എന്താ, ഇത്രയും നാളൊരു സമയം എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞാൽ നല്ല ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ കഷ്ടപ്പാടിലൂടെ വളർന്നു വന്നത്. അവർക്ക് കളിച്ച് വളരേണ്ട പ്രായത്തിൽ അവർക്ക് കളിക്കാനോ അങ്ങനെയൊന്നും പറ്റാതെ വളരെ ട്രോമയിലൂടെ കടന്നു പോയിട്ട് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരാനായിട്ട്, മനസ്സിലാക്കി വരാനായിട്ടും ഈ പാസ്റ്റ് ഒക്കെ ഒന്ന് വിട്ടിട്ട് ഫ്യൂച്ചറിലേക്ക് ഇനി ഗ്രോ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് റെഡിയായി വരാനായിട്ട് കുറച്ച് സമയം എടുത്തു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ വളരെ പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ കണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. കാരണം കാലചക്രം തിരിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലാണെങ്കിൽ കൂടിയും കാലചക്രം തിരിയുന്ന സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പല പല ചേഞ്ചസ്, അതായത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരും എന്ന് നമുക്ക് കാണാനായിട്ട് വരുന്നു. അതിനുള്ള ഒരു സയൻസ് ആൻഡ് സിംബൽസ് ഒക്കെയാണ് യൂണിവേഴ്സ് ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് വഴി നമുക്ക് നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് ഫേവർ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വരും, ഭാവിയിൽ വന്നെത്തും എന്നുള്ള ഒരു കാർഡാണ് നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് തരുന്നത്. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടാകാം. 1111 അല്ലെ 111, 222, 777, അതുപോലെ 222 ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടാകാം. അതൊക്കെ ഓരോരോ സയൻസ് സിംബൽസ് ആണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ചില സമയങ്ങളിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ റീഡിങ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഇനി ഏതെങ്കിലും ഒരു നമ്പേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ മീനിങ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പം ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ വൈറ്റ് ഫെതേഴ്സ് കാണുന്നത്, വൈറ്റ് ബട്ടർഫ്ലൈസ് കൂട്ടത്തോടെ നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ്. നമുക്ക് ഈ ഒരു റീഡിങ്ങിലും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരു ഗോളിലേക്ക്, നിങ്ങളുടെ റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ ഇതിലേക്കൊക്കെ വന്നെത്തുന്നു, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ ഉള്ളതാണ് ഈ ഒരു സെപ്പറേഷനും എന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാർഡ് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മളിവിടെ 5 ഓഫ് സോർഡ്സ് നമുക്കിവിടെ റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു സമാധാനപരമായ രീതിയിലുള്ള ഒരു റീയൂണിയൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്കിപ്പോൾ വളരെ കോൺഫ്ലിക്റ്റുകളൊക്കെ നിറഞ്ഞ രീതിയിൽ പല പല പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം, പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ശരിക്കും സ്റ്റക്കായിട്ട് നിൽക്കുകയായിരിക്കാം. ഇതൊക്കെ കോംപ്രമൈസിലേക്ക് വരുമെന്നും അതുപോലെ തന്നെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ, സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. കോൺഫ്ലിക്ട്സുകളെല്ലാം എൻഡ് ആകും, എല്ലാം ക്ലിയർ ആകും. നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് എല്ലാം ക്ലിയർ ആയിട്ട് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാർഡാണ് നമുക്കിവിടെ 5 ഓഫ് സോർഡ്സ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു 2 കാർഡുകൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ചൈൽഡ്ഹുഡിൽ വളരെ ട്രോമയൊക്കെ അനുഭവിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു ഡിസിഷൻസ് ഒക്കെ പെട്ടെന്ന് എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. എങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളരെ പ്രീഷ്യസ് ആയിട്ടൊക്കെ കാണുന്നുമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയി, ഇനി ഞാനിത് പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അവർ തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും. ഇനി നിങ്ങളും അവരും ഒന്നും ചെയ്തില്ല എങ്കിൽ കൂടിയും, ഈ റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്തില്ല എങ്കിൽ കൂടിയും നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അത് ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ ആയിരിക്കാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക.
പിന്നീട് നമുക്കിവിടെ വന്നിരിക്കുന്നത് 3 ഓഫ് പെന്റക്കിൾസ് കാർഡാണ്. അപ്പൊ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വളരെയധികം എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവസാന നാളുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ മാത്രമാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇട്ടതെന്നും ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ ഒരു വ്യക്തിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മുന്നോട്ട് വരുന്നില്ല, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ഒത്തിരി എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയായിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളായിരിക്കാം കൂടുതൽ എഫേർട്ട് ഇട്ട ഒരു വ്യക്തി. അപ്പൊ ആ ഒരു ടൈം കഴിഞ്ഞു, ഈ ഒരു കോൺഫ്ലിക്ട്സുകളും വഴക്കുകളും ഒക്കെ വന്നു. അപ്പൊ നിങ്ങൾ വിചാരിച്ചോ ശരിക്കും അവർ ഒരു എഫേർട്ട് വിട്ടിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി, ഞാൻ മാത്രമാണ് ഇട്ടിട്ട്, അപ്പൊ എന്റെ ആവശ്യമായി മാറിയത്, ഓക്കെ ഞാനും വേണ്ടെന്ന് വെച്ചേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഇട്ടിട്ട് പോയവരും ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഡെഡിക്കേഷനോടുകൂടി അറ്റൻഷനോടുകൂടി ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് വേണം എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിവാർഡ് യൂണിവേഴ്സ് തരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കാണുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഒറ്റ കാര്യം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇവിടെ ഒരു കാർഡ് വഴിയിട്ട് നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മേ ബി യുവർ സിസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കോമൺ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം, അല്ല അവരുടെ ഒരു ബിസിനസ് പാർട്ട്ണർ ആയിരിക്കാം. ഏതോ ഒരു ലേഡിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവർ നിങ്ങളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ഒരു അമ്മ, നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ അമ്മയോ ആരെങ്കിലും ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു നല്ല മനസ്സിനുടമയായ ഒരു സ്ത്രീ എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവര് നിങ്ങളെ വളരെയധികം നിങ്ങൾ ഒരുമിക്കുന്നതിന് സന്തോഷിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുമിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്ത് ഹെൽപ്പ് ചോദിച്ചാലും ചെയ്തു തരണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സപ്പോർട്ട് എടുക്കുക. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ടാണ് ആ ഒരു പേഴ്സൺ എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നമുക്ക് വരുന്നത് ഇത് ഫൂൾ കാർഡാണ്. ഇത് ഫൂൾ കാർഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എപ്പോഴും ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്, അവരുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ട്. ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കുന്നു, നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അതേ വഴിയിലൂടെ തന്നെ മുന്നോട്ട് പോകുക. ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ കാടും കുഴിയും ഒക്കെ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കൊള്ളുക. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടത്തിലുണ്ട്. യൂണിവേഴ്സിൽ വിശ്വസിക്കുക. യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ഒരു ഡിറ്റർമിനേഷനോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം എന്നുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു എംബ്രർ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ എംബ്രർ കാർഡ് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഈഗോയൊക്കെ ഉള്ള ആളുകളാണ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് എംബ്രർ കാർഡ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, കുറച്ച് സിറ്റുവേഷൻസ് കാരണമാണ്, സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇട്ടിട്ട് വേറൊരു സിറ്റുവേഷനിലേക്കോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്കോ പോയത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട്, അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നത് ശരിയല്ലാതെ തോന്നുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, സാമ്പത്തികപരമായി നിങ്ങൾ താഴ്ന്ന ഇതിലുള്ളതോ അല്ലെങ്കിൽ അവർ ഉയർന്ന ഇതിലുള്ളതോ നിങ്ങൾ ഉയർന്ന രീതിയിൽ, അപ്പം അങ്ങനെയുള്ള ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ കാസ്റ്റിന്റെ പരമായ ഡിഫറൻസുകൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇമോഷണലി ചില ആളുകളൊക്കെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടാകാം. ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ നിങ്ങളും ഒരു സിറ്റുവേഷണൽ ബേസിൽ തന്നെ ആയിരിക്കും സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാർഡ് വഴി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ സൈഡിലാണ്. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. അവരുടെ ഹൃദയത്തിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് വളരെയധികം പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് ഉള്ളതെന്നുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഇനി അവരൊരു ആക്ഷനും എടുക്കുന്നതായിട്ട് കാണാം. ന്യൂ ബിഗിനിങ്ങും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ എത്തുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ എന്ത് കാര്യമാണ് ഒരു ഡിസിഷൻ എടുത്താലും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഇമോഷൻസിന് വില കൊടുത്തോണ്ട് ഇങ്ങനെ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് ഇമോഷൻസിന് വില കൊടുത്തുകൊണ്ട്, അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ പോകാൻ തീരുമാനിക്കുകയാണ്, അല്ല നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവര്, നിങ്ങളെ സ്നേഹിക്കുന്ന മറ്റു വ്യക്തികളൊക്കെ ഉണ്ടാകാം. അവരൊക്കെ പറയുന്നുണ്ടാകും ഇത് നിനക്ക് നല്ലതിനല്ല, അല്ലെങ്കിൽ ഇത് മോശപ്പെട്ട ഒരു കാര്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് വിശകലനം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം പറയുന്ന, നിങ്ങളുടെ മനസ്സ് പറയുന്ന എന്ത് കാര്യമാണോ അത് ആ ഒരു ഇൻഡ്യൂഷന് പുറകെ പോകുക. മറ്റുള്ള ആളുകൾ പറയുന്നത് ഒന്നും നിങ്ങൾ എടുക്കരുത് എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ
യൂണിവേഴ്സിന്റെ ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഐഡിയാസും നിങ്ങളുടെ ഡ്രീംസും ഒക്കെ ഒരു റിയാലിറ്റിയിലേക്ക് വരും. നിങ്ങളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുക എന്നുള്ളൊരു മെസ്സേജ് ആണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന മാസ്റ്റർ കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ ഒരു ഫയർ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് തീർത്തും പറയാനായിട്ട് പറ്റും, നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഡയറക്ഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് ഒരു കോമൺ ഗോൾ ആണ്, ഒരേ ഒരു കാര്യത്തിന് വേണ്ടി, അതായത് ഈ റീയൂണിയൻ അല്ലെങ്കിൽ റീസ്റ്റാർട്ടിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു കോൺഫ്ലിക്ട്സ് മാറി ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് വരാം. ഒരു കോമൺ ഗോളിന് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പാത്തിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക, കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലിയർ വിഷൻ ഉണ്ട്, നിങ്ങളുടെ പേഴ്സണും ഒരു ക്ലിയർ ആയിട്ടുള്ള ഗോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യാനാണ് ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡ് വഴി നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അങ്ങനെ മാനിഫെസ്റ്റേഷൻ, രണ്ട് വ്യക്തികൾ കൂടി ആഗ്രഹിക്കുന്ന ഒരു കാര്യം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് നടത്തി തരുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. യൂണിവേഴ്സിന്റെ വളരെ സപ്പോർട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്തു നോക്കാം. ഇതൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്ന് നോക്കാം. Soul messages from your person. Okay, soul messages from your person. Soul messages. എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനായിട്ട് ഉള്ളത്? ഓക്കെ, എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ടുള്ളത്? ഓക്കെ, ഐ നെവർ ടോൾഡ് അബൌട്ട് മൈ പ്രോബ്ലംസ്. ഓക്കെ, അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, അതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ന് ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുകയാണ്. ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, അവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഐ കനോട്ട് സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, നമ്മുടെ റീഡിങ് വളരെ കറക്റ്റ് ആണ്. അവർക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല, ഈ ഒരു സെപ്പറേഷൻ കാരണം അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്നെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു എന്ന് അവർ നിങ്ങളോട് പറയണം. ഐ വിൽ മെസ്സേജ് യു സൂൺ. ഓക്കെ, ഉടനെ തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു മെസ്സേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്. നിങ്ങൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നൽകാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഐ ഹൈഡ് മൈ ടീയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവർക്കും വിഷമങ്ങളുണ്ട്, പക്ഷെ അവരതൊക്കെ അവരുടെ ചിരിയുടെ മറവിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ട അവരുടെ ഇമോഷൻസ് അവരൊരിക്കലും പുറത്ത് കാണിക്കുന്നില്ല എന്നൊരു കാര്യം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. ഈ ഒരു സമയത്ത് അവർക്ക് വല്ലാതെ മിസ് ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഐ മിസ് യുവർ പ്രസൻസ്. വീണ്ടും അവർക്ക് നിങ്ങളെ പ്രസൻസ് മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി നോക്കാം, കുറച്ച് ക്ലൂസും കൂടി ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ 2023. സെക്കൻഡ്, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത്. മ്യൂസിക് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ കളർ. ഓക്കെ, ഫെബ്രുവരി മന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 10 കിട്ടിയിട്ടുണ്ട്. 6 days. ഓക്കെ, 1986 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയി. ഓക്കെ, ആർട്ടിസ്റ്റ്, നിങ്ങളുടെ പേഴ്സൺ ഒരു ആർട്ടിസ്റ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണം. സോഷ്യൽ മീഡിയ. ഓക്കെ, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടവരായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. 1 month എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1981 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 9 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിനുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, 46 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1980 എന്ന് പറയുന്ന ഒരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 53 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ലെറ്റർ H കിട്ടിയിട്ടുണ്ട്. 2004, 2002, 25. മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഒക്കെ, ഓഗസ്റ്റ് മന്ത്, ലെറ്റർ M.
യോഗ ചെയ്യുന്ന ആളുകളായിരിക്കാം, യോഗ പഠിപ്പിക്കുന്നവരൊക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലൂസ് ആണ് നമുക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിങ്. അതുപോലെ ക്ലൂസ് ഒക്കെ ഇതൊക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന കമന്റുകളൊക്കെ ഞാൻ വായിച്ചു നോക്കാറുണ്ട്. എനിക്ക് കമന്റുകൾ വഴി റിപ്ലൈ തരുന്ന, അതുപോലെ എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു സമയത്ത് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കടന്നു വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് റീഡിങ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.